ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി 25ാമത്തെ വർഷത്തിൻ്റെ ആചരണമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഇത്രയും വർഷമായോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദ്വിതീയൻ കാതോലിക്ക ബാവ സഭയുടെ പൊതുവായ ചാരിറ്റി വർക്കിന് വേണ്ടി ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. വൈദികരും മേൽപ്പട്ടക്കാരും വിവിധ സംഘടനകളും പള്ളികളും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും അത് സഭയുടെ പേരിലാകുമ്പോൾ അതിന് വളരെയേറെ പരിമിതികളുണ്ട്. എന്നാൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് സാധ്യതകൾ അനേകമാണ്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ പലപ്പോഴും ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇവരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മിക്കവാറും എല്ലാ മാസവും എന്നല്ല എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിലല്പമായി സഹകരിക്കുവാൻ എനിക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷമാണ്. മലങ്കര സഭയുടെ യഥാർത്ഥമായിരിക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കൂടിയാണ് എന്ന് ഞാൻ പറയും. കാരണം മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ ദൗത്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നതായ പ്രവർത്തനം അത് എളിയവനെ ആദരിക്കുക എന്നുള്ളതായ ആ സത്യമാണ്. അതുതന്നെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതും അതുതന്നെയാണ് മുഖമുദ്രയായി ഈ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറേ കൂടെ വിപുലീകരിക്കേണ്ട ആവശ്യകത ഉണ്ട്. കാരണം സമൂഹം ഇന്ന് സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും തമ്മിലുള്ള അന്തരം കോവിഡ് കാലത്തിന് ശേഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്ര ആളുകളാണ് കരഞ്ഞ് നിലവിളിച്ച് ഓരോ ദിവസവും ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിലും സഹോദരൻ പദ്ധതിയിലും ഭവനങ്ങളില്ലാത്തവർ, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ പണമില്ലാത്തവർ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ പണമടയ്ക്കാൻ സാധ്യമല്ലാതെ പ്രയാസപ്പെടുന്നവർ, മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹത്തിനുമൊക്കെ കടമെടുത്ത് അങ്ങനെ കടക്കണിയിൽ ജപ്തി നേരിടുന്നതായ വ്യക്തികൾ, ഇങ്ങനെ കുറേയേറെ ആളുകൾ ഇന്നും സമൂഹത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് സഭ കുറച്ചുകൂടെ ചെന്നു ചേരുവാനിടയുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി. എന്നാൽ അതിൻ്റെ പ്രവർത്തകരെ അനുമോദിക്കുന്നതോടൊപ്പം അല്പം വഴക്ക് പറയാതിരിക്കാനും ഒക്കുകയില്ല. വഴക്കൊന്നുമല്ല, മലങ്കര സഭയ്ക്ക് അതിൻ്റെ ചാരിറ്റി പ്രവർത്തനം നടത്തണമെങ്കിൽ അതിന് ATG എക്സെപ്ഷൻ കിട്ടുകയില്ല, അതിന് FCR കിട്ടുകയില്ല. പിന്നെ ഇത് രണ്ടും ഉള്ളതാണ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി. പക്ഷെ അവരത് ടാപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കുറ്റപ്പെടുത്തലെന്ന് പറയുന്നത്. ഇത് രണ്ടും FCR കിട്ടാനായിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. 25 വർഷം കഴിഞ്ഞു. അത് സെപ്പറേറ്റായിട്ട് മലങ്കര സഭയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു പാനുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെയാണ് ATG എക്സംഷൻ ഉണ്ടെങ്കിൽ എന്തുമാത്രം ആളുകളുടെ
പണമാണ് CSR ഫണ്ട് വഴിയായിട്ട് പോകുന്നത്. അത് ATG എക്സംഷൻ ഉണ്ടെങ്കിൽ, FCRA ഉണ്ടെങ്കിൽ, വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമൊക്കെ വളരെയധികം ഫണ്ടുകളുണ്ടാകും. പക്ഷേ CSR ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായ ഓരോ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. ഇന്ന കാര്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നു, അതിന് ഇത്ര ലക്ഷം രൂപ വേണം, അത് ഇന്ന രീതിയിലാണ് ചെയ്യുന്നത്, വ്യക്തമായ പ്ലാൻ വേണം. ആ വ്യക്തമായ പ്ലാനോടുകൂടെ CSR ഫണ്ട് കൊടുക്കുന്നത് കമ്പനികൾക്ക് നിർബന്ധമാണ്, കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവരെ സമീപിച്ച് ആ തരത്തിൽ മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരു ശ്രമമുണ്ടാകണം. അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാനുള്ളതായ ഏക സാധ്യത ആരുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി കൂടിയാണ്. മറ്റുള്ളിടത്തൊന്നും അത്രയും സാധ്യതയില്ല. സഹോദരൻ പദ്ധതിയാണെങ്കിൽ അതിന് സഭയുടെ പാൻ ഉപയോഗിക്കുന്നുകൊണ്ട് ATGയും ഇല്ല, FCRAയും ഇല്ല, മലങ്കര സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ളതായിരിക്കുന്ന സാധ്യതകൾ വളരെ തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് 25 വർഷമായിട്ടും അതിന് ശ്രമിക്കാഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അതിന് സെക്രട്ടറിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിട്ട് പറഞ്ഞു. അത് അദ്ദേഹം ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അനേകം ആയിരം ആളുകളെ കൂടുതൽ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഈ ലഭിക്കുന്നതായ തുകകൾ പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ FCRAയിൽ അല്ലെങ്കിൽ CSR ഫണ്ട് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു വർഷത്തിനുള്ളിൽ അത് പലതരത്തിൽ അത് ചാരിറ്റിയും മറ്റുള്ളതായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ടാപ്പ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിച്ചെങ്കിൽ മാത്രമേ അത് പാവപ്പെട്ട ജനങ്ങൾക്ക് അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലങ്കര സഭയ്ക്ക് ഉള്ളതായ ഇന്നത്തെ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ 4 ഇരട്ടി ബഡ്ജറ്റ് ഈ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തനിയെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്തരത്തിൽ അതിനെ മുന്നോട്ട് പ്രവർത്തിക്കാൻ പ്രവർത്തകർക്ക് ഇടയാവണമെന്നാണ് എനിക്ക് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. എങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നു. യാതൊരു പ്രയാസവും കൂടാതെ അതെങ്ങനെയെല്ലാം ചെയ്യാമെന്നുള്ളത് സൂക്ഷിച്ച് അത് ചെയ്യുകയാണ്. അതുകൊണ്ട് അവർ എപ്പോഴും ആരുടെയൊക്കെ കൈ കിട്ടുമെന്നുള്ളത്, അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ സഹായം കിട്ടുമെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്നു. പിന്നെ അത് സഹോദരൻ പദ്ധതിയിൽ നിന്ന് കിട്ടുമോയെന്ന് നോക്കി അവിടെയും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാൻ ശ്രമിക്കാതെ നമുക്ക് നേരെ വേറെ മാർഗങ്ങളുണ്ട്, അതിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അതിലേക്ക് ശ്രമിക്കണം. നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ളതായ മേഖലകളുണ്ട്, പ്രവർത്തിക്കാനുള്ളതായ സോഴ്സുണ്ട്, ഫണ്ടുണ്ട്. പക്ഷേ ഇത് ടാപ്പ് ചെയ്യാനായിട്ടുള്ള ആ കഴിവുണ്ടാവണം, അതിനുള്ള ശ്രമമുണ്ടാകണം. നിങ്ങളൊക്കെ ജോലിക്കാരാണ്, നിങ്ങൾക്കൊക്കെ പല ജോലിയുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും കുറേ കൂടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് ഇതിനെ മലങ്കര സഭയുടെ വലിയ ഒരു ജീവകാരുണ്യ മുഖമായി മാറ്റാനായിട്ട് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ പ്രചോദനങ്ങളും നേരുന്നു, എല്ലാ സാധ്യതകളും ദൈവം കനിഞ്ഞുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.